ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊറിയൻ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ പോയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക. കൊറിയൻ റെസ്റ്റോറൻറ്റുകളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഫിക്സ്ഡ് പ്രൈസായിട്ട് ഒരു കൊറിയൻ വോൺ ഒരു ഫിക്സ്ഡ് ആയി വെക്കും. അതിൽ നമ്മൾ അൺലിമിറ്റഡ് ഫുഡായിട്ടാണ് കേട്ടോ വരുന്നത്. ഫുഡ് അങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് കഴിക്കാമെന്നാണ്. അപ്പോൾ ഇതാണ് റെസ്റ്റോറൻറ്റ്. ഇതുപോലെ തന്നെ എല്ലാ റെസ്റ്റോറൻറ്റുകളിലും ഇങ്ങനെ ഒരു കുഴലൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ അവിടെ നിന്ന് നമ്മൾ തന്നെ കുക്ക് ചെയ്തിട്ടാണ് സത്യത്തിൽ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ബീഫ്, പോർക്ക്, ചിക്കന് ഇതൊക്കെ ഭയങ്കര തിന്നായിട്ട് സ്ലൈസാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതിൽ എത്രയും നമുക്ക് എടുക്കാമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ നമുക്ക് വരുന്നത് കുറച്ച് സൈഡ് ഡിഷുകളാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ വഴുതന, അതുപോലെ തന്നെ ഇവിടെയുള്ള കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള ലീഫ് ഐറ്റംസ്. ഇപ്പം ഇതൊക്കെ ചിലതൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ വെറ്റിലൻ്റെ ഒരു ഇല ഉണ്ടല്ലോ, അതുപോലെയൊക്കെ തോന്നും കേട്ടോ. പിന്നെ വരുന്നത് ആസ് യൂഷ്വലി ഇവിടുത്തെ ഒരു സോസ്, അതായത് അവരെന്തോ യൂസ് ചെയ്യുന്ന ഒരു സോസാണ്. പിന്നെ അതുപോലെ തന്നെ കിംജി, മെയിനായിട്ട് ഇവിടെ എന്തിനും എടുക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ കിംജി. പിന്നെ ഇതെന്തൊക്കെയോ ഐറ്റംസാണ്, പേരുകളൊന്നും അറിയില്ല, പക്ഷേ ഹെൽത്തിയാണ്, നമ്മുടെ ലങ്സിനൊക്കെ നല്ലതാണ് ഇത് കഴിച്ചാൽ എന്നൊക്കെ. പിന്നെ വരുന്നത് എന്താണെന്ന് പറയുക, നമ്മുടെ ചീനാപ്പറങ്കി, നാട്ടിലെ ചീനാപ്പറങ്കി ഉണ്ടല്ലോ അത് കേട്ടോ. എല്ലാ നാട്ടിലും എന്താ പറയുക എനിക്കറിയില്ല. മലപ്പുറം നാട്ടിൽ ചീനാപ്പറങ്കി എന്ന് പറയും കേട്ടോ. പിന്നെ നമ്മുടെ കൂനുണ്ടല്ലോ, മഷ്റൂം ഉണ്ട്, പിന്നെ തപ്പൂക്കിയാണ് കാണുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ട്രഡീഷണൽ ആയിട്ടുള്ള ഓരോ ലീവ്സൊക്കെ കേട്ടോ. ഇതുപോലെ സ്ലൈസ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് തിന്നായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ പോർക്ക് അതുപോലെ ബീഫൊക്കെ ഉണ്ട്. നമ്മൾ ബീഫാണ് എടുത്തത് കേട്ടോ. പിന്നെ പോർക്ക് നമ്മൾ കഴിക്കാറില്ല. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് അയ്യോ ഇത് ബീഫ് തന്നെയാണോ എന്നൊക്കെയുള്ള ഡൗട്ടൊക്കെ തോന്നും കേട്ടോ. പക്ഷെ ബീഫ് തന്നെയാണ്. ഇവിടെ ബീഫിന് പറയുക സുക്കൂക്കി എന്നാണ്, അതുപോലെ ചിക്കന് പറയുക ദക്കൂക്കി, പിന്നെ നമ്മുടെ പോർക്കിന് പറയാം തേജി എന്നാണ് കേട്ടോ പറയാം. അതുപോലെ മട്ടന് യങ്കൂഗി, ഇങ്ങനെയാണ് കേട്ടോ പറയുന്നത് പേരുകളൊക്കെ. അപ്പോൾ ഇങ്ങനെ എല്ലാ സൈഡ് ഡിഷ്, അതുപോലെ തന്നെ മഷ്റൂം, ഗാർലിക്ക് ഇതെല്ലാം ഇങ്ങനെ സൈഡിൽ ഇടും കേട്ടോ. പിന്നെ ഇതിന് വരുന്ന ഈ ഓയിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് അതിൻ്റെ സൈഡിൽ ഇതാ ഇങ്ങനെ ഉറ്റിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അത് പിന്നെ അപ്പോൾ നമ്മൾ ആ ഓയിലൊക്കെ നമുക്ക് അതിൽ നിന്ന് ഒഴിവായി കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.